കളിയും ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. കളിയും ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. ഇനിയുള്ള നാളുകൾ നമുക്കൊന്നു ചേരാം, കഥകൾ പറയാം, കാര്യങ്ങളും. കളിയും ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ, The station that loves God's own country and its people. London Malayalam Radio. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. നമസ്കാരം. ലണ്ടൻ സിനിമാ കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി, ഒരു മാസത്തോളമായി മലയാള സിനിമയിൽ തുടരുന്ന പ്രതിസന്ധിക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു. ഡിസംബർ 16 തുടങ്ങിയ സമരം അവസാനിച്ചിരിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്റർ ഉടമകളും തമ്മിൽ തിയേറ്റർ വിഹിതത്തിന്റെ പേരിലുണ്ടായ തർക്കം കാരണം ഡിസംബർ 16 മുതൽ കേരളത്തിലെ തിയേറ്ററുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് പുതുവത്സര ചിത്രങ്ങളായി എത്തേണ്ട സിനിമകളെല്ലാം റിലീസിംഗ് മുടങ്ങിയിരിക്കുകയായിരുന്നു. നമ്മളെപ്പോലുള്ള സിനിമാ പ്രേമികൾക്ക് ഇത് ഒരുപാട് വിഷമം നൽകിയ കാര്യമായിരുന്നു. അതുമാത്രമോ, ഇതുമൂലം ആശങ്കയിലായത് നിർമ്മാതാക്കളും വിതരണക്കാരും കലാകാരന്മാരും എല്ലാമായിരുന്നു. ഇവർക്കെല്ലാവർക്കും ആശ്വാസം പകരുന്നതായിരുന്നു ഇപ്പോൾ ഉണ്ടായ തീരുമാനം. അതുമാത്രമല്ല, ഈ ചിത്രങ്ങളുടെ എല്ലാം പുതുക്കിയ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണമായി തീർന്നത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത വിജയ് ചിത്രം ഭൈരവയാണ്. ഭൈരവയുടെ റിലീസിനോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ മലയാള സിനിമയിലെ തർക്കം മാറാൻ കാരണമായത്. ഭൈരവയിലെ ഒരു തകർപ്പൻ പാട്ടിന് ശേഷം നമുക്ക് ഇതിന്റെ കാരണവും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. മഞ്ചൾ മേഘം, ഒരു മഞ്ചൾ മേഘം, സിறு പെണ്ണാകി മുന്നേ പോകും. പതറും ഉടലും എൻ കതറും ഉയിരും, അവൾ പേർ കേട്ട് പിന്നെ പോകും. ചെല്ലപ്പൂവേ நான் உன்னை கண்டேன், சில்லு சில்லாய் உயிர் சிதறக் கண்டேன். நில்லாயோ நில்லாயோ உன் பேரென்ன உன்னாலே மறந்தேனே என் பேரென்ன. கனவா கனவா நான் காண்பது கனவா, என் கண் முன்னே கடவுள் துகளா. காற்றின் உடலா, கம்பன் கவிதை மடலா, இவள் தென்னாட்டின் 4ஆம் கடலா. சிலிகான் சிலையோ, சிறுவாய் மலரோ, நில்லாயோ உன் பேரென்ன உன்னாலே
மறந்தேனே என் பேரென்ன. செம்பொன் சிலையோ இவள் ஐம்பொன்னழகோ, பிரம்மன் மகளோ இவள் பெண்பால் வெயிலோ, நான் உன்னை போன்ற பெண்ணை கண்டதில்லை, என் உயிரில் பாதி யாரும் கொன்றதில்லை. முன்னழகால் முட்டி மோட்சம் கொடு, இல்லை பின்முடியால் என்னை தூக்கிலிடு. நில்லாயோ நில்லாயோ உன் பேரென்ன, உன்னாலே மறந்தேனே என் பேரென்ன. You're listening London Malayalam Radio. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ആയിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നത്. പ്രധാന കേന്ദ്രങ്ങളിലെ ഭൂരിപക്ഷം റിലീസ് കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം കൈയാളിയിരുന്ന ഫെഡറേഷൻ തിയേറ്റർ വരുമാനത്തിൽ നിന്ന് തങ്ങൾക്കുള്ള വിഹിതം 40% നിന്ന് 50% ഉയർത്തിയില്ലെങ്കിൽ ഡിസംബർ 16 മുതൽ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യില്ലെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് മലയാള സിനിമയിലെ പ്രതിസന്ധിക്ക് തുടക്കമായത്. അതോടുകൂടി ക്രിസ്മസിനും ന്യൂ ഇയറിനും റിലീസ് ചെയ്യേണ്ട ചിത്രങ്ങളുടെ റിലീസിംഗും മുടങ്ങി. അതുമാത്രമല്ല, പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന പുലിമുരുകൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും തർക്കം കടുത്തോടുകൂടി പിൻവലിച്ചു. ഇങ്ങനെ പ്രതിസന്ധി രൂക്ഷമായി മുന്നോട്ടു പോകുമ്പോൾ സർക്കാരും ഈ ഒരു പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറായി. പല പോംവഴികളും അവർ മുന്നോട്ട് വെച്ചെങ്കിലും ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഫെഡറേഷൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി രൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പോയപ്പോഴാണ് നിർമ്മാതാക്കളും വിതരണക്കാരും ഫെഡറേഷനെ ഒഴിവാക്കിക്കൊണ്ട് ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഫെഡറേഷൻ ഒഴികെയുള്ള തിയേറ്ററുകളിൽ വിജയ് ചിത്രം ഭൈരവ് റിലീസ് ചെയ്തത്. സമരത്തോട് വിയോജിപ്പുണ്ടായിരുന്ന ഒട്ടേറെ തിയേറ്റർ ഉടമകൾ വിലക്ക് ലംഘിച്ച് ചിത്രം റിലീസ് ചെയ്തതോടുകൂടി ഫെഡറേഷനിൽ ഭിന്നിപ്പുണ്ടായി. 240-ലേറെ തിയേറ്ററുകളിലാണ് ഭൈരവ് റിലീസ് ചെയ്തത്. അതോടുകൂടി സമരമങ്ങ് ദുർബലമാവുകയും ചെയ്തു. സമരം ദുർബലമാകുക മാത്രമല്ല, പുതിയ ചിത്രങ്ങൾ, അതായത് ക്രിസ്മസ് റിലീസിംഗായി മുടങ്ങിയ മലയാള ചിത്രങ്ങളുടെ റിലീസിംഗിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു. ഇത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകി എന്ന് പറയാം. ജോമോന്റെ സുവിശേഷങ്ങൾ അടുത്തയാഴ്ച 19-നും, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ 26-നും, സിദ്ദിഖിന്റെ സംവിധാനത്തിൽ പുറത്തുവരുന്ന ഫുക്രി ഫെബ്രുവരി 3-നും, അതുപോലെ പൃഥ്വിരാജ് ചിത്രം എസ്ര ഫെബ്രുവരി 10-നും റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മലയാള സിനിമയ്ക്ക് ഒരു ചെറിയ തളർച്ചയായിരുന്നു കഴിഞ്ഞ ഒരു മാസമെങ്കിൽ തളർച്ച മാറി പുതിയ ഉണർവിനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു ഉണർവിന് വേണ്ടി ഒരു നല്ലൊരു പാട്ടിനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണ മന്ദാരപ്പൂ വിരിയണെപ്പോഴാണെന്ന്. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാട തുമ്പിക്കും അറിയില്ല, ചങ്കാലി പ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്.
പാതയോരത്ത് പൂക്കുവെയിൽ തേനൊഴുക്കണ നേരത്തോ, പൂക്കുവെയിൽ തേനൊഴുക്കണ നേരത്തോ, നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്, തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാടത്തുമ്പിക്കും അറിയില്ല, ചങ്ങാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. The station that loves goats and country and its people. London Malayalam Radio. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. കഴിഞ്ഞ കുറേ നാളുകളായി മലയാള സിനിമയിൽ കേൾക്കുന്നൊരു വാർത്തയാണിത്. ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു വാർത്ത പ്രാവർത്തികമായി മാറുകയാണെങ്കിൽ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രമായി മാറും. ലോക സിനിമയുടെ നെറുകയിൽ മലയാള സിനിമയെത്തും. MD വാസുദേവൻ നായർ ഭീമനെ മുഖ്യ കഥാപാത്രമാക്കി രചിച്ച വിഖ്യാത നോവൽ രണ്ടാമൂഴം സിനിമയാകുന്നു എന്ന വാർത്തയാണത്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. എഴുതി പൂർത്തിയായ സ്ക്രിപ്റ്റ് തന്റെ കൈകളിലെത്തിയെന്ന് താരം വെളിപ്പെടുത്തി. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ ഭീമനെ അവതരിപ്പിക്കുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം 600 കോടി മുതൽ മുടക്കിലായിരിക്കും എത്തുന്നത്. വാർത്തകൾ ശരിയാണെങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമായി മാറും രണ്ടാമൂഴം. അതുപോലെ തന്നെ ചിത്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് കല്യാണും ഗോകുലം ഗോപാലനും ചേർന്നാണെന്ന് പറയുന്നു. സിനിമ സംവിധാനം ചെയ്യുന്നത് കല്യാൺ ജ്വല്ലേഴ്സിലൂടെ തന്റെ പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്ന ശ്രീകുമാറാണ് എന്ന് പറയുന്നു. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് AR റഹ്മാനായിരിക്കും. ചിത്രത്തിലെ താരനിരയും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ മുൻനിര താരങ്ങളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അണിനിരക്കുന്നത്. പാഞ്ചാലി എന്ന നായിക കഥാപാത്രമായി ഐശ്വര്യ റായിയും അതുപോലെ മറ്റൊരു സുപ്രധാന കഥാപാത്രമായി മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും എത്തുന്നു. ഇന്ത്യൻ സിനിമയിലെ കാരണവർ അമിതാഭ് ബച്ചൻ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ഭീഷ്മരുടെ വേഷം അവതരിപ്പിക്കുന്നു. ഒരേ സമയം 12 ഭാഷകളിലായിട്ടാണ് ചിത്രം എത്തുന്നത്. തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും മുൻനിര സൂപ്പർ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നു. ചിയാൻ വിക്രമും സൂപ്പർ സ്റ്റാർ വെങ്കടേഷും ഒക്കെ ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹോളിവുഡിലെ സാങ്കേതിക വിദഗ്ധരെ ഈ ചിത്രത്തിന്റെ അണിയറ ഒരുക്കങ്ങൾക്കായി എത്തിക്കുമെന്ന് പറയുന്നു. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായി രണ്ടാമൂഴത്തിനെ മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കുരുക്ഷേത്ര യുദ്ധമാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, വിക്രം, വെങ്കടേഷ്, ഐശ്വര്യ റായ്, മഞ്ജു വാര്യർ തുടങ്ങി എണ്ണമറ്റ സൂപ്പർ താരങ്ങളെല്ലാം ഒരേ സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് സിനിമ ആസ്വാദകർ. രണ്ടാമൂഴം പദ്ധതിയിട്ടതുപോലെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ലോക സിനിമാ ചരിത്രത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി തീരുമെന്ന് ഉറപ്പമാണ്. ഇത് മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനമായി മാറുകയും ചെയ്യും. ഇങ്ങനെ ഒരു സ്വപ്ന പദ്ധതി ഇത് പ്രാവർത്തികമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഇപ്പോൾ നല്ലൊരു സോങ്ങിനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ
കാട്ടുഞാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ? കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ, കളിയിലൊളിച്ചേ ഞാനീ കാടാകെ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ? മാനമുട്ടും മാമരക്കാടും ആരും കാണാ താഴ്വരത്തോടും കുന്നിമണി എന്നതുപോലെ ഞാൻ അമ്മാനമാടിടാം പെണ്ണേ. കുന്നിറങ്ങും ചെമ്പുകിൽ ചുവപ്പും മന്തിക്കെത്തും മഞ്ഞും തണുപ്പും ഓമനകൾ കുടിലിൽ ഇവിടെ കിളിയേ. കാന്താരി ചുവപ്പല്ലേ കാട്ടാരി ചിരിയല്ലേ, മുന്നിലെത്തി പമ്മിപ്പതുങ്ങുമ്പോ പൊന്മാനാവണ് നീ. പിറകിലലഞ്ഞേ ഞാൻ നിൻ ചിരിയിലലിഞ്ഞേ, ഉടലിതുണർന്നേ പീലിക്കവായി. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ? മാമലമേട്ടിൽ തേനെടുത്ത് കരളിൻ നിലയിൽ തന്നതല്ലേ നീ പൊന്നേ. മാരിയമ്മൻ കോവിലിൽ നിന്നേ വേലക്കാലം വന്നു കഴിഞ്ഞേ, ചാന്തും പൊട്ടും വളയും വേണ്ടേടി കിളിയേ. പോലെ എങ്ങോട്ടും പായണം കാറ്റേ, മുന്നിലെത്തും ചിങ്കാരി പെണ്ണിനെ കണ്ടാൽ മിണ്ടല്ലേ. മനസ്സ് നിറഞ്ഞേ പുഴയിൽ അലകൾ ഉലഞ്ഞേ, മഴയിൽ അലിഞ്ഞേ നീരാവാകേ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ? കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ, കളിയിലൊളിച്ചേ ഞാനീ കാടാകെ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിനയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്കർ സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലെ വിജയം നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റിന്റെ പ്രതിരൂപമായി മാറുകയാണ് നമ്മുടെ സ്വന്തം ബാഹുബലി പ്രഭാസ്. 613 ദിവസങ്ങൾ പ്രൊജക്ടിന് വേണ്ടി മാറ്റിവെച്ചത് 3.5 വർഷം. അവസാനം പ്രഭാസ് ബാഹുബലിയുടെ കുപ്പായമൂരി. ജനുവരി 6 ബാഹുബലി ദ കൺക്ലൂഷനിലെ തന്റെ അവസാന രംഗം പ്രഭാസ് അഭിനയിച്ചു തീർത്തത്. സംവിധായകൻ രാജ്മൗലി തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ ആരാധകരെ അറിയിച്ചത്. പ്രഭാസിനെ പോലെ ഈ പ്രൊജക്ടിൽ വിശ്വാസമർപ്പിച്ചവർ ആരുമില്ലായിരുന്നെന്ന് രാജ്മൗലി വ്യക്തമാക്കി. കരിയറിലെ 3.5 വർഷം ഒരു സിനിമയ്ക്കായി മാറ്റിവെച്ച ഡാർലിംഗ് പ്രഭാസിന് നന്ദി അറിയിച്ചാണ് രാജ്മൗലി ട്വിറ്റർ സന്ദേശം അവസാനിപ്പിച്ചത്. ബാഹുബലിയാകാൻ താരം ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. ശരീരം മാറ്റിമറിച്ചു, ആയോധന കല അഭ്യസിച്ചു. അധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഫലം തന്നെയായിരുന്നു ആ ചിത്രത്തിന്റെ വിജയം.
2013 ജൂലൈയിൽ ബാഹുബലി 1ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ച ശേഷം ഇതുവരെ മറ്റൊരു സിനിമയുടെയും ഭാഗമായിട്ടില്ല പ്രഭാസ്. ബാഹുബലിയെ മനസ്സിൽ ആവാഹിച്ചുള്ള ഒരുക്കങ്ങൾ ചിത്രീകരണത്തിന് 6 മാസം മുൻപേ തുടങ്ങിയിരുന്നു. 84 കിലോ ശരീരഭാരം 6 മാസം കൊണ്ട് സെഞ്ചുറി കടത്തി 102-ലെത്തിച്ചു. അതിനുവേണ്ടി 40 മുട്ട വെള്ളയാണ് എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരുന്നത്. ദുർമേധസ് ഒട്ടും കൂടാതെ വടിവത്ത രീതിയിൽ മസിലുകൾ പെരുപ്പിച്ച് നേടിയ കായികക്ഷമതയ്ക്കായി 1.5 കോടിയോളം രൂപയുടെ ജിംനേഷ്യം ഉപകരണങ്ങളാണ് പ്രഭാസിന്റെ വീട്ടിലെത്തിച്ചത്. 300 ദിവസത്തോളം നീണ്ട ഷൂട്ടിംഗ് ആയിരുന്നു. ബാഹുബലിയെ എന്ന കഥാപാത്രത്തെ പ്രഭാസ് അത്രത്തോളം ഉൾക്കൊണ്ടിരുന്നു. രാജ്യാന്തര തലത്തിലാണ് പ്രഭാസിന് ഈ കഥാപാത്രം ശ്രദ്ധ നേടിക്കൊടുത്തത്. ആകെ 613 ദിവസങ്ങളാണ് ഈ 3.5 വർഷത്തിനിടെ പ്രഭാസ് ബാഹുബലി സീരീസിന് വേണ്ടി ചെലവഴിച്ചത്. അതിന്റെ ആ ഒരു വലിയ റിസൾട്ടായിരുന്നു നമ്മൾ ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിൽ കണ്ടത്. 2017 ഏപ്രിൽ 28 ബാഹുബലി ദ കൺക്ലൂഷൻ തിയേറ്ററിലെത്താൻ പോവുകയാണ്. അർപ്പണ മനോഭാവത്തിന്റെ പ്രതിരൂപമായി മാറിയ പ്രഭാസിന്റെ മറ്റൊരു വലിയ വിജയം നമുക്ക് ബാഹുബലി ദ കൺക്ലൂഷനോടെ കാണാൻ പറ്റും. ആ ഒരു ചിത്രവും വലിയ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പോൾ ബാഹുബലി 1ാം ഭാഗത്തിലെ ഒരു സൂപ്പർ സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 657.
Manchester 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. முத்துக்கள் சிரிக்கும் நிலத்தில் தித்திக்கும் நினைப்பை விதைக்கும் பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பூமேடை வாசல் பொங்கும் தேனாக கண்மலர் கொஞ்சம் கனிவோடு என்னை ஆளாக்கினாள் அன்பிலே. பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பூமேடை வாசல் பொங்கும் தேனாக. You're my diamond girl, my diamond, diamond, diamond girl. I love to see you smiling, girl. You're smiling, 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 girl. You're my honey girl, my honey, honey, honey girl, my diamond, diamond, diamond girl. You're smiling, 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 girl. Every time I look into her eyes, I get butterflies. I'm so glad she's with me and not other guys. I like to see another try, but she's my wife. Yeah, yeah, I'm living the high life. Mutukal sirikum nilatil tik tikum ninai pai pidaikum. Mutukal sirikum nilatil tik tikum ninai pai pidaikum. முத்துக்கள் சிரிக்கும் நிலத்தில் தித்திக்கும் நினைப்பை விதைக்கும். முத்துக்கள் சிரிக்கும் நிலத்தில் தித்திக்கும் நினைப்பை விதைக்கும். சொர்க்கத்தின் மனப்பை ரசிக்கும் பின்னத்தில் மயக்கம் மலர்க்கும். வயனமோ என் வசம், வாழ்விலே பரவசம். வீதியில் ஊர்வலம், விழியெல்லாம் நவரசம். பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பூமேடை வாசல் பொங்கும் தேனாக கண்மலர் கொஞ்சம் கனிவோடு என்னை ஆளாக்கினாள் அன்பிலே. Let me break it down, I'm taking the top spot. She doesn't know it, but I've got a soft spot. I got love for the money, and of course, well, I've got love for my honey. She's so cute, I can't wait to hit town. I'm gonna throw a party, invite everyone round to see my wife, to see the life that I'm gonna live. Think of the beautiful kids that she's gonna give. She's so fine in diamonds, can't wait to hit the club and she's whining. She's all mine, fine in diamonds, can't wait to hit the club and she's whining. She's my wife, gonna get the money, money, money. Rich girl, honey, honey, honey. Gonna get the money, money, money. Rich girl, honey, honey, honey. She's my wife. London Malayalam Radio. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. കഥാപാത്രത്തിന്റെ സിനിമയുടെ വിജയത്തിന് ഇന്ന് എന്ത് റിസ്ക് എടുക്കാനും താരങ്ങൾ റെഡിയാവുകയാണ്. 29 നില കെട്ടിടത്തിൽ നിന്ന് ഡ്യൂപ്പില്ലാതെ ചാടി തമിഴകത്തിന്റെ സ്വന്തം തല. അജിത്തിന്റെ 57ാം സിനിമ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് സിനിമയായി മാറുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അത്രയ്ക്ക് ആക്ഷൻ പാക്ഡ് ചിത്രമാണത്. ഡ്യൂപ്പ് പോലും ഇല്ലാതെയാണ് ഈ ചിത്രത്തിൽ അജിത്തിന്റെ ഓരോ സാഹസിക പ്രകടനങ്ങളും. സാഹസിക രംഗങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്ന അജിത്ത് ചിത്രത്തിന് വേണ്ടി 29 നില കെട്ടിടത്തിൽ നിന്നാണ് എടുത്തിയാടിയത്. അജിത്തിന്റെ ഈ സാഹസികത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചിത്രങ്ങളും. ശിവ സംവിധാനം ചെയ്യുന്ന തല 57 വേണ്ടിയാണ് അജിത്തിന്റെ ഈ സാഹസിക പ്രകടനങ്ങൾ. ബൾഗേറിയയിലെ ഷൂട്ടിങ്ങിലാണ് അജിത്ത് ഡ്യൂപ്പില്ലാതെ അഭിനയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. വേതാളം എന്ന വമ്പൻ ഹിറ്റിന് ശേഷം അജിത്ത് നായകനായി എത്തുന്ന ചിത്രമാണിത്. നേരത്തെ തന്നെ ഈ സിനിമയിലെ അജിത്ത് ബൈക്ക് സ്റ്റണ്ട് നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ജൊറിയൻ പൊനമരൈഫ് അജിത്തിന്റെ സാഹസിക രംഗങ്ങൾ കണ്ട് നടുങ്ങതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ഡ്യൂപ്പിനെ ഉപയോഗിക്കാമെന്ന് സംവിധായകൻ പറഞ്ഞപ്പോൾ ഡ്യൂപ്പിനെ വെക്കാൻ താരം സമ്മതിച്ചില്ല എന്നുള്ളതാണ് കാര്യം. വളരെയധികം മുതൽ മുടക്കിലെടുക്കുന്ന സിനിമ അജിത്തിന്റെ ഏറ്റവും മുതൽ മുടക്ക് കൂടിയ ചിത്രമായി മാറും. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ഇന്റർപോൾ ഓഫീസറുടെ വേഷത്തിലാണ് അജിത്ത് എത്തുന്നത്. കാജൽ അഗർവാളാണ് ചിത്രത്തിൽ അജിത്തിന്റെ നായികയായിട്ടെത്തുന്നത്. വേതാളത്തിന് ശേഷം മറ്റൊരു വമ്പൻ ഹിറ്റ് നമുക്ക് തല അജിത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തല ആരാധകർക്ക് വേണ്ടി ദാ വരുന്നു
അജിത്തിന്റെ ചിത്രത്തിലെ ഒരു കിടിലൻ സോങ് ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. పల్చిన బల బలకుదు మిటాన లోకలే టముగనా టముగనా టోలా కటో టముగనా టముగనా టుమా బలి ఎట్టి పోనా ఎనగినా అడికినా మురుకునా తోటయ తయారునా ఇరుకునా సరుకునా ఒకే నా ఉనిగినా అలుమా డోలుమా లోకలే రంగారావద రౌడియాన జోవద గుడ్డ గుట్టు గుట్ట గుట్టు ఉయు సోవద రబరి పోచరి ముక్క సీను బోర్డా మట్ట పని పుట్ట మజా మేల పేరుడా ఎగిరినా తొగరినా సైలందర రౌరునా ఒళ్ళుగులా సొరవునా దొట్టారు మాటునా ఒళ్ళనా ఇరుపులా వచ్చాసి తురుపులా ఇలుగురా బలగరా రౌడీలు ఆసుకులా అలుమా డోలుమా అలుమా డోలుమా ఇసలగడి మాలుమా తెచ్చి గలీజి నిగ్రహి ఉండ చాలుమా ಗೆದ್ದ ಉಡಾದ ಪಂಗು ಗೆದ್ದ ಉಡಾದ ನೀ ಎರುನಾಲು ಮಾರುನಾಲು ಗೆದ್ದ ಉಡಾದ ಗೆದ್ದ ಉಡಾದ ಪಂಗು ಗೆದ್ದ ಉಡಾದ ಎವ ಸಿರುನಾಲು ಮಾರುನಾಲು ಗೆದ್ದ ಉಡಾದ ಅಲುಮಾ ಡೋಲುಮಾ ಡೋಲುಮಾ ಅಲುಮಾ ಅಲುಮಾ ಡೋಲುಮಾ ಇಸಲಂಗಡಿ ಮಾಲುಮಾ ತೆಚ್ಚಿ ಗಲೀಜಿ ನಿಗ್ರಹಿ ಊಟ ಸಾಲುಮಾ అరికలు గరికలు కొత్త ఊట కలగలే పల్చిన బల బలకుదు మిఠా మెల లోకలే టముగునా టుముగునా టోలా కటో టుముగునా టుముగునా టుమా బలి ఎట్టి పోనా ఎనగినా అడికినా మురుకునా తోటయ తయారునా ఇరుకునా సరుకునా ఒకే నా ఉనిగినా అలుమా డోలుమా లోకలే ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ഹോളിവുഡിലേക്ക് നോക്കുമ്പോഴും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ദീപിക പദുകോണിന്റെ ഫസ്റ്റ് ഹോളിവുഡ് മൂവിയുടെ പ്രൊമോഷന്റെ ഒരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. വാൻ ഡീസലുമൊത്ത് മുണ്ടൊക്കെ എടുത്ത് ഒരു പ്രൊമോഷൻ. അതുപോലെ തന്നെ ഹോളിവുഡ് സിനിമയിൽ നമ്മളെ അധികം പേടിപ്പിച്ച ഒരു സിനിമയായിരുന്നു ദ കോൺചറിങ് 2 അല്ലെങ്കിൽ കോൺചറിങ് സീരീസ്. ഇപ്പോൾ ഒരു പുതിയ സിനിമ ലോകത്തെ തന്നെ ഭയപ്പെടുത്താനെത്തുന്നു. പേടിപ്പിക്കുന്ന ചിത്രങ്ങൾ പലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും ഭയപ്പെടുന്ന ചിത്രമാണ് റോ സിനിമയുടെ റെഡ് ബാൻഡ്. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. കഴിഞ്ഞ വർഷം ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ കാണികൾ ബോധം കെട്ടി വീണത് വാർത്തയായിരുന്നു. പ്രായപൂർത്തിയായവർ മാത്രം ട്രെയിലർ കാണുക, പേടിച്ച് ഭയപ്പെടില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം കാണുക എന്നിങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങളായിട്ടാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടവർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. രക്തവും മാംസവും നിറഞ്ഞ ചിത്രത്തിലെ പേടിപ്പെടുത്തുന്ന ഗ്രാഫിക് രംഗങ്ങൾ കണ്ട് പലരും മോഹാലിസപ്പെട്ട് വീഴുകയായിരുന്നു. ജൂലിയ ഡുക്കൂണ് സംവിധാനം ചെയ്ത ചിത്രം നരഭോജിയായി തീരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. ഇപ്പോൾ ഈ സിനിമ ലോകമൊട്ടാകെ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. മാർച്ചിൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. കാൻ ഫെസ്റ്റിവലിൽ ഫിപ്രസി പുരസ്കാരം നേടിയ ചിത്രമാണ് റോ. ഗരാൻസ് മാരിലിയർ ആണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പേടിക്കാൻ റെഡിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ പേടിയോടുകൂടി കാണാൻ ധൈര്യമുള്ളവർ മാത്രം ഈ ചിത്രം കാണുക. ഒരു പാട്ടിനുള്ള സമയമായി. നല്ലൊരു പാട്ടിന് ശേഷം നമുക്ക് വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ.
ആസ്വദിക്കൂ, ആഘോഷിക്കൂ. You are listening London Malayalam Radio. മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതുമ്പിയോ മഞ്ഞേറും വിണ്ണോരം
മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം ഒന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും മിഴിവേറണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം അകതാരിലി ചെറുതേങ്ങൽ മാഞ്ഞിടും തിരി നീട്ടുമീ കുളിരോർമകൾ തിരികെ വരും ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാം ഇനി എന്നുമേ ഉടനീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം ഒന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും മിഴിവേറണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ ആഘോഷിക്കൂ. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. കഴിഞ്ഞ കുറച്ചു നാളുകളായി മലയാള സിനിമ വിവാദങ്ങൾക്ക് പുറകെയാണ്. സിനിമാ സമരം നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണ് സുപ്രീം കോടതി വിധിയുണ്ടായത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിൽ ദേശീയഗാനം കേൾപ്പിക്കണമെന്ന്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി.
കമലിന്റെ പ്രതികരണം വിവാദമാവുകയും കമലിനെതിരെ പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. കമൽ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച ചിത്രങ്ങൾ സംഭാവന ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം തന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പോൾ ആ ചിത്രവും വിവാദമായിരിക്കുകയാണ്. തന്റെ ആമി എന്ന ചിത്രത്തിൽ നിന്നും വിദ്യാബാലൻ പിന്മാറിയത് തൊഴിൽപരമായ മാന്യതയില്ലായ്മയും അധാർമികവുമായ പ്രവൃത്തിയുമാണെന്നാണ് സംവിധായകൻ കമൽ പറയുന്നത്. ചിത്രീകരണം തുടങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷം വ്യക്തമായ കാരണം പോലും പറയാതെയാണ് ചിത്രത്തിൽ നിന്നും വിദ്യാബാലൻ പിന്മാറിയതെന്ന് കമൽ പറയുന്നു. അവരുടെ പിന്മാറ്റത്തിൽ വ്യക്തമായ കാരണം ഇപ്പോഴും തനിക്കറിയില്ലെന്നും ദേശീയഗാനം പോലുള്ള വിവാദങ്ങളുടെ പേരിലാണ് വിദ്യ പിന്മാറിയതെന്ന് താൻ കരുതുന്നില്ല എന്നുമാണ് കമൽ പറയുന്നത്. ആമി എന്ന ചിത്രം പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ കഥയാണ്. ചിത്രത്തിലുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കയാണോ വിദ്യയുടെ പിന്മാറ്റത്തിന് കാരണമെന്ന് കമൽ പറയുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 6-7 ദിവസം മുൻപാണ് പറ്റില്ല എന്നറിയിക്കുന്നത്. ക്യാരക്ടറാകാൻ തനിക്ക് കഴിയുന്നില്ല എന്നായിരുന്നു വിദ്യയുടെ മെസ്സേജ്. വിദ്യ പിന്തിരിഞ്ഞതോടുകൂടി ആ ചിത്രത്തിൽ ആരായിരിക്കും അടുത്ത ആമിയായി എത്തുക എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ മലയാള സിനിമ. വിദ്യ പിന്മാറിയെങ്കിലും പ്രോജക്റ്റുമായി മുന്നോട്ടു പോകും എന്നാണ് ഇപ്പോൾ കമൽ പറയുന്നത്. ആരാകും മാധവിക്കുട്ടിയെ അവതരിപ്പിക്കുക എന്നതെന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും കമൽ പറയുന്നു. ഒരുപാട് ജീവചരിത്രങ്ങൾ നമുക്ക് സിനിമയായി നൽകിയ വ്യക്തിയാണ് കമൽ. ആ കമലിൽ നിന്നും മറ്റൊരു മികച്ച ചിത്രമായി ആമിയെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നല്ലൊരു പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. പാട്ടിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ചില്ലയൊന്നിൽ കിളി രണ്ടും കൂടണഞ്ഞേ മാരിവില്ലിൻ തേരിറങ്ങി മഴ വന്ന് കൂട്ടിരുന്നേ കണ്ണോണ്ട് മിണ്ടാണ്ട് പുന്നാരപ്പനന്തത്ത ദൂരെ ആട്ടിറമ്പും പൂവരമ്പും ആറ്റിറമ്പും പൂവരമ്പും വീശും കാറ്റിൻ കാതിൽ ഏതോ കാര്യം ചൊല്ലി മെല്ലെ ആർത്തുപേതു ആദ്യാനുരാഗം മീട്ടുമേതോ പാട്ടെന്ന പോലെ ആ മലയിൽ ഈ മലയിലാടി മുകിലോടി വരും ഈ പുഴയെ തേടും ഒരു കന്നിപ്പെണ്ണായി മഴനിലാവ് പൊയ്ക പോലെ തിങ്കളേതോ തോണി പോലെ കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പുന്നാരപ്പനന്തത്ത ദൂരെ ഓർത്തതെന്തേ കാത്തതെന്തേ ഓർത്തതെന്തേ കാത്തതെന്തേ അല്ലിപ്പുൽ താമരേ നിന്റെ ചുണ്ടിൽ തേനുറവേ ആർക്കു വേണ്ടി കാതോർത്തു നിന്നു രാവുറങ്ങാതെ രന്നിലാവേ ആ കടവിലീ കടവിലാളും ഒരു തോണി തരും ഈ പുഴയിലാകെ ഒരു തണ്ണീർ താളം ഒരേ കിനാവിൽ വീണ പോലെ ഒഴുകിയെങ്ങോ പോണ പോലെ കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പുന്നാരപ്പ
ആനന്ദത്ത് ദൂരെ ദൂരെ ചുണ്ടോണ്ട് ചുന്നത് നെഞ്ചോണ്ട് കേക്കണ് പഞ്ചാര പനന്തത്ത് കൂടെ പൂവരശിൻ ചില്ലയൊന്നിൽ കിളി രണ്ടും കൂടണങ്ങേ മാരിവില്ലിൻ തേരിറങ്ങി മഴ വന്ന് കൂട്ടിരുന്നേ മഴ വന്ന് കൂട്ടിരുന്നേ. Better Frames UK Private Limited. Live printing, wedding photography, event photography, modeling photography, portfolio and digital magazine album making. ഏറ്റവും നൂതനമായ ക്യാമറകളും ലൈറ്റ് യൂണിറ്റും UK മലയാളികൾ നടത്തുന്ന ഏറ്റവും വലിയ യൂണിറ്റ് Better Frames UK Private Limited. ഫോർ മോർ ഡീറ്റെയിൽസ് രാജേഷ് നടപ്പിള്ളി 07951263954. സോജി ഡിവൈസസ് 47861418 Better Frames UK Private Limited. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. The station that loves God's own country and its people. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ചലച്ചിത്ര പ്രവർത്തകർക്കും ആസ്വാദകർക്കും നിരാശയും വ്യവസായ ലോകത്തിനും സർക്കാരിനും 35 കോടിയോളം രൂപയുടെ നഷ്ടവും സമ്മാനിച്ചാണ് തിയേറ്റർ പ്രതിസന്ധിക്ക് വിരാമമായിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി കൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല, നഷ്ടങ്ങൾ മാത്രം. അതുകൊണ്ടാവാം സമരത്തിന് നേതൃത്വം കൊടുത്ത് ആ ഒരു ഫെഡറേഷൻ ഇപ്പോൾ പിളരുകയും പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. വിതരണക്കാരും നിർമ്മാതാക്കളും ചേർന്ന് ദിലീപിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സംഘടന വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സിനിമ കാണാൻ വരുന്നത് അതിഥികളാണ്, അവരുടെ മുന്നിൽ കൊട്ടിയടക്കേണ്ടതല്ല തിയേറ്റർ. അതുപോലെ തന്നെ സിനിമ എന്നത് ആസ്വദിക്കാനുള്ളതാണ്, നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. അതിന് സമരങ്ങൾ കൊണ്ട് മറുപടി പറയേണ്ട കാര്യമില്ല. 2-3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിൽ അടുത്തയാഴ്ച മുതൽ മലയാള ചിത്രങ്ങൾ തെളിയുകയാണ്. ഇത് മലയാള സിനിമയ്ക്കുള്ളൊരു പുത്തനുണർവാകട്ടെ. സിനിമകളെല്ലാം വിജയിക്കട്ടെ, നല്ല ചിത്രങ്ങൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ സിനിമാ കഫേയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും sri@lmrlive.com എന്ന ഇമെയിൽ ഐഡിയിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ RJ ശ്രീ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മെസ്സേജായിട്ടോ കമൻ്റായിട്ടോ ഒക്കെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ പരിപാടിയുടെ വിജയം. തീർച്ചയായിട്ടും അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരാഴ്ച നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले. सच्ची मैंने जान गवाई है, नच नच कोयलों पे रात बिताई है. अखियों की नींद मैंने फूकों से उड़ा दी, गिन गिन तारे मैंने उंगली जलाई है.
गले आजा जरी वाले नीले आसमान के तले जय हो जय हो आजा आजा जिंदे शामी आने के तले आजा